പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്കൂമ്പ് തോരനാണ്. വാഴക്കൂമ്പ് തോരൻ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ്. വാഴക്കൂമ്പ്, വാഴച്ചുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ തോരൻ തയ്യാറാക്കാൻ ഒരു വാഴക്കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച ശേഷം നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 6 കുഞ്ഞുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. മസാലയും ഉപ്പും എല്ലാം എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ വെന്ത് കിട്ടിക്കൊള്ളും. നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റിച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ ജീരകം, 1 തണ്ട് കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനിത് വെന്തോന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. നല്ലതുപോലെ ആവി കയറി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ ആവിയൊക്കെ കയറി നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ചെറുപയർ ഉപ്പിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുപയറിന് പകരം വൻപയറോ പരിപ്പോ എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി ഇരട്ടിയാകും. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരപ്പൊക്കെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മൊരിയിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.